സത്യതൗഹീദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യമഹാസമ്മേളനം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ദീർഘ 14 വർഷങ്ങൾ അകന്നുപോയ ഒരു പ്രസ്ഥാനത്തിലെ ഇരുവിഭാഗവും ഒന്നിച്ച് ഈ മഹാസമ്മേളനത്തിൽ ഒത്തുചേരുകയും അറബിക്കടലിൻ്റെ ഓരത്ത് മറ്റൊരു മനുഷ്യ മഹാസമുദ്രം അതിന് സാക്ഷികളായി നിൽക്കുകയും ചെയ്യുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിൽ മുജാഹിദുകൾ മാത്രമല്ല ദുഃഖിച്ചത്, അവർക്ക് മാത്രമല്ല വേദനയുണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തെ അടുത്തറിയുന്ന ആളുകൾ, ഈ ആധുനിക സമൂഹത്തിൽ അവരുടെ സാന്നിധ്യത്തിൻ്റെ മഹത്വം അറിയുന്ന ആളുകൾ, നമ്മുടെ മുൻഗാമികളും പൂർവികന്മാരും ഇവരെ വിട്ടേച്ചു പോയ മഹത്തായ ഓർമ്മകളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞ ആളുകൾ ഇവിടെ യോജിപ്പിൻ്റെ കണ്ണിയായി മതവിഭാഗങ്ങൾക്കിടയിലും മതമില്ലാത്തവൻ്റെ ഇടയിലും ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും നടുവിൽ ഐക്യ സന്ദേശം പ്രചരിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇടഞ്ഞു പോകാൻ പാടില്ല, അവർ പിളർന്നു പോകാൻ പാടില്ല, അവർ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന് ഈ മഹാപൊതുസമൂഹം ആഗ്രഹിച്ചുവെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തോട് ചെയ്ത ഒരു നീതി മാത്രമാണ്. ഒരു കേരളത്തിലെ ഏറ്റവും ധന്യമായ ഒരു പ്രദേശം കൊടുങ്ങല്ലൂർ, വളരെ സമുന്നതരായ സ്വാതന്ത്ര്യ സമര ചിന്തകൾക്ക് ഏറ്റവും ധന്യമായ സംഭാവനകൾ അർപ്പിച്ച മഹാരഥന്മാരായ KMC സാഹിബ്, അതുപോലെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് തുടങ്ങിയ ആളുകൾക്ക് ജന്മം നൽകിയ ആ പ്രദേശമാണ് കേരളാനുഭവത്തിൽ മുജാഹിദീൻ്റെ മുൻ അതിൻ്റെ കന്നിയായ മുസ്ലിം ഐക്യസംഘം രൂപം കൊള്ളുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് തന്നെ ഐക്യസംഘം എന്നാണ്. എങ്ങനെ ഈ ഐക്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കും? പക്ഷേ സംഭവിച്ചു പോയി. ലോകത്ത് ഭിന്നതകൾ സ്വാഭാവികമായി ഉണ്ടായെങ്കിലും അതിലെ യോജിപ്പ് സാധാരണ സ്വാഭാവികമായ പരിണാമത്തിൽ ഉണ്ടാവാറില്ല. അകലങ്ങൾ ഒത്തുകൂടാതെ അത് വീണ്ടും വീണ്ടും അകന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഒരേ പ്രസ്ഥാനം തന്നെ വിവിധ ചേരികളായി മാറുന്നത് നാം കാണുന്നു. ഈ ദുഃഖകരമായ ചരിത്ര അനുഭവങ്ങളിൽ നിന്ന് എന്നാണോ നാം പിരിഞ്ഞു പോയത്, അന്നു മുതൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു, എന്നാണ് ഇതൊന്നാവുക, എനിക്കതിനു വേണ്ടി എന്തു ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കാത്ത ഒരു നേതൃത്വവും മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. അഴിപിരിഞ്ഞു പോകുമ്പോൾ ദുഃഖത്തോടെ വേദനയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നാം പിരിഞ്ഞു പോകേണ്ടവരല്ല, നാം ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടെ രാഷ്ട്രീയമായ മോഹങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടെ ധർമ്മചിന്ത വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘമായി നിൽക്കുകയാണിത്. നിങ്ങളൊരു ഖൈറു ഉമ്മത്താണ്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ ബാധ്യത
നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്മേലാണ് ഈ പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയെ തടയാനുമുള്ള ഒരു സംഘത്തിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാകും? ആ തത്വത്തോട് യോജിക്കാത്തവരാരാണുള്ളത്? തിന്മ ചെയ്യുന്നവനടക്കം നന്മ ആഗ്രഹിക്കുന്നു. തിന്മ ചെയ്യുന്ന ഒരു പിതാവും തൻ്റെ മകൻ തൻ്റെ കൂടെ തിന്മയിൽ പങ്കാളിയാകണമെന്ന് ആഗ്രഹിക്കാറില്ല. തിന്മയുടെ കൂട്ടായ്മകൾ ആ തിന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറില്ല. അവരും നന്മയെയാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ നന്മ തിന്മകളെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം, അതിൻ്റെ ചരിത്രവും രോമാഞ്ചമുണ്ടാക്കുന്നതാണ്, ത്യാഗപൂർണമാണ്. ക്ഷമിക്കുകയും വിനയത്തോടെ സമൂഹത്തിൽ നിൽക്കുകയും ചെയ്യുക എന്നല്ലാതെ കോപവും ധിക്കാരവും അവൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏറുകൊണ്ടുകൊണ്ട് അവൻ ധർമ്മയുദ്ധം നടത്തി. അതുപോലെ എന്ത് പരീക്ഷണങ്ങളും അവൻ സഹിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നിലനിന്നത്. ഞങ്ങളുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങൾ അലങ്കോലപ്പെടുത്താനുള്ള എന്തുമാത്രമുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു. എന്തേ അവർ ചെയ്ത തെറ്റ്? അവർ ധർമ്മത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, സത്യത്തിലേക്ക് ക്ഷണിച്ചു, ധർമ്മപാതയിലേക്ക് ക്ഷണിച്ചു, അധർമ്മത്തെ എതിർത്തു. അതുകൊണ്ട് തന്നെ അനീതിയുടെ അധർമ്മത്തിൻ്റെ ശക്തികൾ ഞങ്ങൾക്കെതിരിൽ ഒരുപാട് പടവാളുകളുമായി കടന്നു വന്നു. രക്തസാക്ഷികളുണ്ടായി, ഒരുപാട് പരീക്ഷണങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്നിട്ടും ഈ പ്രസ്ഥാനം അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ട് നിന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ മുൻപന്തിയിൽ മൗലാന ആസാദിനെ പോലെയുള്ള നേതാക്കൾ, മുഹമ്മദ് അലി സഹോദരന്മാരെ പോലെയുള്ള ആളുകൾ, അതുപോലെ എന്തുമാത്രം എണ്ണിയാൽ ഒടുങ്ങാത്ത മഹാരഥന്മാരായ ആളുകൾ, അവരെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും ഇവിടെയുള്ള രാഷ്ട്രീയ ഭദ്രതയ്ക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും തീവ്രമായ പരിശ്രമങ്ങൾക്ക് മുന്നിൽ നടന്നവരാണ്. അതിന് പിൻഗാമികളാണ് നാം. ആ നിലക്ക് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ അവരുടെ അവകാശങ്ങൾ സ്വാഭാവികമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയത അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഭീകരതക്കും വർഗീയവാദത്തിനുമെതിരിൽ ഇത്ര ശക്തമായി നിലകൊണ്ട ഒരു പ്രസ്ഥാനത്തെ കാണാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കമായി മാത്രമേ ഞാൻ അവതരിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഇവിടെയുണ്ട്. ഈ സന്ദർഭത്തിൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയണം. സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രസ്ഥാനത്തെ തിരിച്ചറിയേണ്ടത് അതിൻ്റെ പ്രവർത്തകരിൽ നിന്നാണ്, അതിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ നിന്നാണ്, അതിൻ്റെ ദർശനങ്ങളിൽ നിന്നാണ്, അത് ഇവിടെ വിട്ടേച്ചു പോയ കാൽപ്പാടുകളിൽ നിന്നാണ്. എവിടെയാണ് സലഫി പ്രസ്ഥാനം ഭീകരതയുമായി ഏതെങ്കിലും നിരക്കുള്ള ഒരു അടുത്തു നിൽപ്പ് ഏത് സന്ദർഭത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടുത്തെ ദേശീയവാദികളായ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഏറ്റവും വില കൽപ്പിച്ച് സമൂഹത്തിൽ നിലകൊണ്ട മഹാരഥന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ സലഫി പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാക്കൾ മൗലാന ആസാദ് തുടങ്ങി ഇങ്ങോട്ട് ഇതുവരെ ഒരുപാട് നേതാക്കളെ നമുക്ക് കാണാം, ഈ പ്രവർത്തകന്മാരെയും കാണാം. ഈ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് മുജാഹിദ് എന്ന പേരിൽ ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം നിലനിന്നത്. നിങ്ങൾക്കറിയാമോ, മുജാഹിദുകൾ എന്ന പേരിൽ അറബി ലോകത്ത് മുഴുവൻ ആ പേരൊഴിവാക്കാനും ആ പേര് ഭീകരവാദികളും തീവ്രവാദികളും ഉപയോഗിക്കുന്നതാണ് എന്നാശയം വന്നപ്പോൾ അത് ഒരിക്കലും സ്വീകരിക്കപ്പെടാതെ പോയ ഒരു പവിത്രമായ നാടാണ് കേരളം. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇവിടെ പറയുന്ന മുജാഹിദ് അതല്ല. ഇവിടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരിൽ ധൈര്യമായി നിൽക്കുകയും മതേതരത്വം ഉൾക്കൊണ്ടുകൊണ്ട് മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാക്കളാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെന്നും
അതുപോലെ അയൽപക്ക ബന്ധങ്ങളിലും എല്ലാ സഹപാഠി ബന്ധങ്ങളിലും രാഷ്ട്രീയ രംഗത്തെ ബന്ധങ്ങളിലുമെല്ലാം ഈ സമുദായത്തെയും ഈ വിഭാഗത്തെയും തിരിച്ചറിഞ്ഞവരാണ്. എന്തെങ്കിലും എവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു വാദഗതി ഇവിടെ വേർപിടിക്കുകയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ സലഫി പ്രസ്ഥാനവുമായി ഇന്ന് IS തുടങ്ങിയിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ സലഫി പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കാൻ ചിലർ ഗൂഢശ്രമങ്ങൾ നടത്തുകയുണ്ടായി. കള്ളനെ പിടിക്കാൻ കള്ളൻ കൂടെ ഓടുന്നത് പോലെ ഭീകര പ്രവർത്തനങ്ങളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള തീവ്രവാദവുമായോ ബന്ധമുള്ളവർ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുകയില്ല, അതിൻ്റെ ശത്രുക്കളായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. സലഫി പ്രസ്ഥാനം ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തമായി വേരൂന്നി നിൽക്കുന്ന ഒരു ഭരണകൂടമുണ്ട് സൗദി അറേബ്യ. ഇവിടുത്തെ ഭീകരവാദികളുടെ IS-ൻ്റെയും തികച്ചും അനിസ്ലാമികമായ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഭീകരവാദികൾ മുഴുവൻ അവരുടെ ഒന്നാമത്തെ ശത്രുവായി അവർ സൗദി അറേബ്യയെയാണ് കാണുന്നത്. അതുപോലെ ലോകത്ത് പവിത്രമായ ഗേഹങ്ങളെയാണ് അവർ കാണുന്നത്. മദീനത്തുൻ നബി മസ്ജിദുൻ നബവി പോലും അവിടെ ബോംബെറിഞ്ഞ് നശിപ്പിക്കാനുള്ള ചവേറുകൾ പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എങ്ങനെ ഇവർ സലഫികളാകും? എങ്ങനെ അവർ മുസ്ലിങ്ങളാകും? ആ ഭീകരവാദത്തോടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ തിന്മകൾക്കെതിരിൽ പൊരുതുന്ന ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. സലഫി പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്. ഈ കാലഘട്ടം വരെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ ഇവിടുത്തെ സലഫികളെ, മുജാഹിദുകളെ ഒരാൾ പോലും ഒരു ഭീകരവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ദുഃഖകരമായ അനുഭവമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭം. ആ സന്ദർഭത്തിലാണ് മുജാഹിദ് സമ്മേളനം പാലക്കാട് കോട്ട മൈതാനിയിൽ നടക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഭരണകൂടവും നേതാക്കളുമെല്ലാം അന്ന് ആ സമ്മേളനം അവിടെ നടത്തുന്നതിന് അവരെതിരായി നിന്നു. ഞങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ പ്രമേയം മതസൗഹാർദ്ദമാണ്, മനുഷ്യ സൗഹാർദ്ദമാണ്. അത് ആയിരക്കണക്കിനുള്ള കവലകളിൽ ഉച്ചത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രചാരണ യോഗങ്ങളും അതിൻ്റെ പ്രചരണ മാധ്യമങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ വർഗീയതക്കെതിരിൽ, ഭീകരവാദത്തിനെതിരിൽ, അത്തരം ചിന്തകൾക്കെതിരിൽ സമാധാനപരമായ ആ സമ്മേളനം 4 ദിവസങ്ങൾ ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും നോക്കിക്കൊണ്ട് അതിനെ അംഗീകരിച്ചതിനെ പ്രകീർത്തിച്ച അനുഭവം തൊട്ടടുത്ത സന്ദർഭങ്ങളിലാണ് ഉണ്ടായത്. അവിടെ നിന്നിങ്ങോട്ട് ഇതുവരെ നോക്കൂ, വടക്കേ ഇന്ത്യയിൽ എന്തു തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായാലും എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല? കേരളത്തിൽ നടക്കുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തുള്ള, മതരംഗത്തുള്ള ഉന്നത സംഘടനകൾ ആ തീവ്രമായ അത്തരം സമീപനങ്ങൾക്കെതിരിൽ, ഭീകരവാദത്തിനെതിരിൽ ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചതും അതുപോലെ ഇതര മതവിഭാഗങ്ങളുമായി മനുഷ്യസഹജമായ ബന്ധങ്ങളും സൗഹാർദ്ദവും ഉണ്ടാക്കാൻ തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തിയതുമാണ് അതിൻ്റെ ഫലം എന്ന് നാം മനസ്സിലാക്കണം. കേരളത്തിൽ മാത്രം മറ്റു പ്രദേശങ്ങളെ എല്ലാം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സമാധാനത്തോടു കൂടെ നിൽക്കുന്ന നാം തിരിഞ്ഞു നോക്കുക. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വാളിലൂടെയാണോ ഇവിടെ വന്നത്? ഇവിടെ യുദ്ധം ചെയ്താണോ മുസ്ലിങ്ങൾ ഇവിടെ അവർക്ക് ഏതെങ്കിലും നിരക്ക് അംഗസംഖ്യ വർദ്ധിപ്പിച്ചത്? ഏതെങ്കിലും ഒരു ചരിത്രം എടുത്തു പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ ഇവിടെ മുസ്ലിങ്ങൾ മതപ്രബോധനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നിനക്ക് ആയുധം എടുത്തിട്ടുണ്ടോ? ആദർശരംഗത്തുള്ള ജീവിതം അത് മറ്റുള്ളവർക്ക് മാതൃകയായി നിലനിൽക്കുകയും സമാധാനപരമായ ദഅവത്ത്, പ്രബോധനം അത് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഇടയിലാണ് അനുഗ്രഹീതമായ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം, സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വിദേശികളാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും രണ്ടായി തമ്മിൽ തല്ലാനുള്ള പ്രേരണകൾ നൽകിയത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുപ്രസിദ്ധമായ നയം നടപ്പിൽ വരുത്താൻ വിദേശികളാണ് ശ്രമിച്ചത്. അതിനെ ഒന്നിച്ച് നിന്നുകൊണ്ട് പരാജയപ്പെടുത്തുകയാണ് നാം കേരളത്തിൽ ചെയ്തത്. കേരളത്തിൽ അവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇവിടെ
നിറഞ്ഞു നിൽക്കുന്ന സൗഹാർദ്ദം നിങ്ങൾ അയൽപക്ക ബന്ധങ്ങളിലൂടെ നിങ്ങൾ നോക്കുക, നമ്മുടെ വിദ്യാലയങ്ങളിൽ നോക്കുക. ആരും തൊട്ടടുത്തിരിക്കുന്നവരെ ഏത് മതവിശ്വാസിയാണ് എന്ന് ചിന്തിക്കാതെ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ സാമൂഹ്യ ജീവിതത്തിൻ്റെ പവിത്രമായ ഉദാഹരണങ്ങളാണ് ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കം സന്ദർഭങ്ങളിൽ ഇന്ത്യയിൽ പലയിടത്തും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓർക്കണം, വിദേശത്തും അതുപോലെ വിദേശ ശക്തികൾ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വിധമുള്ള ഗൂഢാലോചനകൾ, ആ ഗൂഢാലോചനകൾ പുറത്തു വരുമ്പോൾ ഒരുപാട് കൊല്ലങ്ങൾ കഴിയും. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, ആ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്ത ചതികൾ, ഗൂഢാലോചനകൾ ഇന്നാണ് സമൂഹത്തിൽ പുറത്തു വരുന്നത്. മുസ്ലിങ്ങളെയും ഇതര മതവിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ, വിദേശ ശക്തികളുടെ ശ്രമങ്ങൾ, ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഉദാത്തമായ മത സൗഹാർദ്ദം നിലനിർത്തണം. പ്രവാചകന്റെ ജീവിതമാണ് അതിന് നമുക്ക് മാതൃകയായിട്ടുള്ളത്. പ്രവാചകൻ അവസാന നിമിഷം വരെ തൻ്റെ നിങ്ങൾ ഓർക്കണം, എന്തെല്ലാം ചരിത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും വലിയ സ്വാധീനവും പിന്തുണയും ഫതഹ് മക്കയും കഴിഞ്ഞ് ലോകത്ത് ഒരു വലിയ ലോകം കണ്ട ഒരു ഉന്നത നേതാവായി രാഷ്ട്രീയ രംഗത്തും എല്ലാം പ്രവാചകൻ വന്നപ്പോൾ, പ്രവാചകന്റെ മരണസമയം നിങ്ങൾ ഓർക്കണം, അതിനു മുമ്പാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ മരണസമയത്ത് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദിറഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയിൻ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പ്രവാചകൻ മരിക്കുമ്പോൾ തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി, തൻ്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ തൊട്ടടുത്ത അയൽവാസിയായ ജൂതന് തൻ്റെ പടയങ്കി പണയപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു നിങ്ങൾ ഓർക്കൂ. ആദർശപരമായി ഏറ്റവും വലിയ സംഘട്ടനം നടക്കുമ്പോഴും ഏറ്റവും പ്രധാന ശത്രുക്കളായിരുന്ന മദീനയിലെ യഹൂദികളുമായി അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അയൽപക്ക ബന്ധവും എന്തുമാത്രം മാതൃകാപരമായിരുന്നു. എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ, ക്രിസ്തുമസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിൻ്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിനെതിരിൽ വളരെ അപക്വമായ, വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു. നാം ശക്തമായി അതിൻ്റെ എതിരിൽ നടക്കണം. ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു. നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ അവർ ആദരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിൻ്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് പാരമ്പര്യം. അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയവാദങ്ങളല്ല, വർഗീയ കാഴ്ചപ്പാടുകളല്ല. നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രബോധകരും ഇവിടെ പെരുമാറാൻ പാടില്ല. സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ അതൊരു പങ്കിലമാക്കാൻ പാടില്ല. ഈ കാര്യങ്ങളെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി, ഭരണഘടനയെ സംബന്ധിച്ചെല്ലാം ഉദാത്തമായ വളരെ ഉന്നതമായ ബഹുമാനവും ആദരവും വെച്ച് പുലർത്തുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ ആ ഭരണഘടനയിലെ മൂല്യങ്ങളെ നടപ്പിൽ വരുത്തേണ്ടത് ഭരണകൂടങ്ങളാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. ഭരണഘടനയെ മാനിക്കാത്ത ഭരണകൂടങ്ങൾ ഉണ്ടായിക്കൂടാ. അത് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും നിരക്ക് ഭയവിഹ്വലരാകുന്നുവെങ്കിൽ, അവരെ പേടിപ്പെടുത്തുന്നുവെങ്കിൽ, ഏത് ഭരണ കാലഘട്ടത്തിലാണെങ്കിലും അത് മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ലോകത്തെ ഏറ്റവും വലിയ ഒരു ഭരണവ്യവസ്ഥ എന്നുള്ള നിരക്ക് ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിന് അതിൻ്റെ മഹത്വം നിലനിൽക്കുമ്പോൾ തന്നെ അതിനൊരു ന്യൂനതയുണ്ട്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് അവിടെ മാനിക്കപ്പെടുക. സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങൾ
അവർ എന്തെങ്കിലും താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടു വന്നേക്കും. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് സംവരണം നൽകുകയും ചെയ്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ ഭരണകൂടത്തിൻ്റെ ബാധ്യതയായി വെച്ച് ഭരണഘടന നിർദ്ദേശിച്ചത്. ഈ അമൂല്യമായ ദൗത്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ച് പോകുമ്പോൾ ന്യൂനപക്ഷം അവരുടെ അവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടരുത്, അവർ ഭയവിഹ്വലരാകരുത്. അവർക്ക് സംരക്ഷണം നൽകേണ്ടത്, അവരെ പേടിപ്പെടുത്താതിരിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ഒരു ഉദാഹരണം ഞാനിവിടെ പറയട്ടെ. ഇപ്പോൾ നമ്മുടെ സൗഹാർദ്ദത്തിന്, ഇവിടെയുള്ള മതപരമായ ബന്ധങ്ങൾക്ക്, ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾക്കും, മനുഷ്യബന്ധങ്ങൾക്കും ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നാം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, MM അക്ബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. MM അക്ബർ ചെറുപ്പം മുതൽക്ക് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. ഇന്ന് വരെ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, പരസ്യമായ പ്രബോധനങ്ങളിൽ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഏറ്റവും ശക്തമായി എതിർക്കുകയും എഴുതുകയും ചെയ്ത അദ്ദേഹം ഇന്ന് ഏതോ നിലക്ക് അദ്ദേഹത്തിന് മാനസികമായ പീഡനം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എന്തോ അവ്യക്തമായ വിഷമിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. നാം ചിന്തിക്കണം, എല്ലാം ഏത് വ്യക്തികൾക്കാണെങ്കിലും ഇത് പഠന വിധേയമാക്കുകയും അന്വേഷണ വിധേയമാക്കുകയും കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ ഒന്നുമില്ലാത്ത ഒരു തുറന്ന പുസ്തകം പോലെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംവാദം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു വളരെ പരസ്യമായി രഹസ്യമായ ഒരു ജീവിത രീതിയുമില്ല, രഹസ്യമായ ഒന്നിലും അദ്ദേഹം പങ്കെടുക്കാറില്ല, പരസ്യമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു, ആരോഗ്യകരമായ ചർച്ചകൾ നടത്തുന്നു, ഭീകരവാദത്തിനെതിരിൽ ഏറ്റവും ശക്തമായി എഴുതുന്നു, പ്രതികരിക്കുന്നു, അദ്ദേഹം പ്രഭാഷണം നടത്തുന്നു സമൂഹ മധ്യത്തിൽ. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തോ അപകടകരമായ സൂചനകൾ ലഭിക്കുന്നു. നമുക്ക് ഉത്കണ്ഠയില്ലേ ആ കാര്യത്തിൽ? അത് തീർക്കേണ്ടതല്ലേ? അതുപോലെ നമ്മുടെ സമാധാനപരമായി ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തോട് നീതി പ്രവർത്തിക്കുന്ന കാലത്തോളം പൂർണ്ണമായി സഹകരിക്കുന്ന സമീപനമാണ് മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനോ ഒരു ഭരണകൂടത്തെ ഏതെങ്കിലും നിലക്ക് ശല്യമുണ്ടാക്കുന്നതിനോ മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല, അതിന് ചെയ്യുകയുമില്ല. സമാധാനപരമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള ദഅവത്ത് പ്രബോധനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയുള്ള സൗഹാർദ്ദം നിലനിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണിത്. അതിലെ ചെറുപ്പക്കാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളുടെ അയൽവാസി ആരാണെന്ന് ചിന്തിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവൻ്റെ മതമേതാണ് എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഞങ്ങളുടെ കലാലയങ്ങളിൽ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മതമേതാണ് എന്ന് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാം മനുഷ്യരാണ്. ആ നിരക്ക് ജീവിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് സലഫി പ്രസ്ഥാനത്തിലുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതൊരു കാലഘട്ടത്തിലും ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണവും അവരെ ഭീതിതമാകുന്ന സാഹചര്യം ഇല്ലാതിരിക്കലും ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതകളാണ്. അത് സമാധാനപരമായ ബോധവൽക്കരണത്തിലൂടെ തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ആ കാര്യങ്ങളിലെല്ലാം സൗഹാർദ്ദം നിലനിർത്തി, മനുഷ്യ സൗഹാർദ്ദം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. അത് ഒന്നിച്ചത് ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. എല്ലാവരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയുകയാണ്. ഏതാനും ദിവസങ്ങളായി ഒരു കൊല്ലക്കാലം സ്വകാര്യമായി പുറത്താവരുതെന്ന് കരുതി, ക്ഷുദ്രജീവികൾ അതിനെ നശിപ്പിക്കരുതെന്ന് കരുതി സ്വകാര്യമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി ഏറ്റവും ഉത്തമമായ തീരുമാനമെടുത്തുകൊണ്ട് ഒരു അപശബ്ദവുമില്ലാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇതാ ഒന്നിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സമൂഹത്തെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം നന്മയുടെ മാർഗത്തിൽ. തിന്മയുടെ മാർഗത്തിലേക്ക് സംഘടനയെ ലഭിക്കുകയില്ല. ഈ നിലക്ക് പൂർണ്ണമായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒന്നിക്കൽ
മുജാഹിദുകൾക്കല്ല, നാട്ടിനാണ്, സമൂഹത്തിനാണ്, മനുഷ്യ സമുദായത്തിനാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് നിലനിർത്താൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ വളരെ സുതാര്യമായ പ്രവർത്തനത്തിലൂടെ സജീവമായി സംഘടനയെ നിലനിർത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.